Good morning. Next topic bridge bearings ആണ്. Bridge bearings or bearings എന്ന് വെച്ച് കഴിഞ്ഞാൽ large projects such as bridges, heavy buildings or high-rise buildings അതിലൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ ലൊക്കേഷൻസിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനും ആ ലൊക്കേഷൻസിൽ ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്സ് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് റൊട്ടേഷൻസ് ഒക്കെ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ബെയറിങ്സ്. So here bridge bearings are structural devices positioned between bridge superstructure and substructure. Bridgeന്റെ superstructureും substructureും തമ്മിലുള്ള ലോഡ് ട്രാൻസ്ഫറിങ്ങിനും മൂവ്മെൻറ്റ്സ് എല്ലാം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നതാണ് bridge bearings. Principal functions to transmit loads from the superstructure to substructure. Second one, to accommodate relative movements between the superstructure and substructure. ഇനി what forces will act on the bridge bearings? Bridge bearings ഏതെല്ലാം വിധത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് സെൽഫ് വെയ്റ്റ് ഓഫ് ദ സ്ലാബ് ഓർ സൂപ്പർസ്ട്രക്ചർ. നെക്സ്റ്റ് ട്രാഫിക് ലോഡ്സ് ഓവർ ദിസ്, വിൻഡ് ലോഡ്സ് ക്യാൻ ബി ഓർ എർത്ത് ലോഡ്സ്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടു എൻഷ്യൂർ എന്തൊക്കെ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്ലേഷൻസ് കോസ്ഡ് ബൈ ക്രീപ്പ്, ഷ്രിങ്കേജ് ആൻഡ് ടെമ്പറേച്ചർ എഫക്റ്റ്. ടെമ്പറേച്ചർ കാരണം ഉണ്ടാവുന്ന translational movements and rotations by traffic loading, construction tolerances and settlements of the foundation. ഇത് കാരണം ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്സ് റൊട്ടേഷൻസ് എല്ലാം ബ്രിഡ്ജ് ബെയറിങ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബെയറിങ്സ്? ബെയറിങ്സ് ക്യാൻ ബി ഫിക്സ്ഡ് ബെയറിങ്സ് ആൻഡ് എക്സ്പാൻഷൻ ബെയറിങ്സ്. ഫിക്സ്ഡ് ബെയറിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ബെയറിങ്സ് ഫിക്സ്ഡ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഓൺലി റൊട്ടേഷൻസ് മാത്രമേ നമ്മൾ allow ചെയ്യുള്ളൂ. ബാക്കി all other movements, translation movements are restricted. But in expansion bearings റൊട്ടേഷണലും ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്സും allow ചെയ്യുന്നതാണ്. ആക്ച്വലി ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ബെയറിങ്സിൻ്റെ മുകളിലാണ് ഈ സൂപ്പർ സ്ട്രക്ചർ, ഈ ഗിർഡറെല്ലാം റെസ്റ്റ് ചെയ്യുന്നത്. സൂപ്പർ സ്ട്രക്ചർ സ്ലാബെല്ലാം റെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ സ്ലാബൊക്കെ ബെയറിങ്സിൻ്റെ മുകളിൽ കൊണ്ടുവന്നാണ് പ്ലേസ് ചെയ്യുന്നത്. ഈ ട്രാഫിക് ലോഡ്സ് ഓർ സം അതർ എർത്ത്ക്വേക്ക്, വിൻഡ് ലോഡ്സ് ഒക്കെ കാരണം ഈ സ്ലാബ്സിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്സ്ട്രക്ചറിലോട്ട് വരുന്നതാണ്. സോ ഈ സബ്സ്ട്രക്ചറും ഇതേ രീതിയിൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മൂവ്മെൻറ്റ്സ് എല്ലാം റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. സോ ബിയറിങ്സ് മൂവബിൾ ആണെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് രീതിയിൽ മൂവബിൾ ആണെങ്കിൽ അത് സബ്സ്ട്രക്ചേഴ്സിനെ മൂവ് ചെയ്യിപ്പിക്കുന്നില്ല. ഓൺലി ബെയറിങ്സ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ലോഡ് സബ്സ്ട്രക്ചറിലോട്ട് ട്രാൻസ്ഫർ ആയി വരികയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. സോ വൺ ടൈപ്പ് ഓഫ് ബെയറിംഗ് ആണ് സ്ലൈഡിംഗ് ബെയറിങ്സ്. സ്ലൈഡിംഗ് ബെയറിംഗ് യൂട്ടിലൈസസ് വൺ പ്ലെയിൻ മെറ്റൽ പ്ലേറ്റ് സ്ലൈഡിംഗ് അഗെയിൻസ്റ്റ് അനദർ ടു അക്കോമഡേറ്റ് ട്രാൻസ്ലേഷൻസ്. ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ പ്ലേറ്റ്, സൂപ്പർ സ്ട്രക്ചറിൻ്റെ താഴെയുള്ള മെറ്റൽ പ്ലേറ്റും ഗെറ്റ്സ് സ്ലൈഡഡ് അഗെയിൻസ്റ്റ് അനദർ മെറ്റൽ പ്ലേറ്റ്. സോ ദ സ്ലൈഡിംഗ് ബെയറിംഗ് സർഫസ് പ്രൊഡ്യൂസസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് തമ്മിൽ സ്ലൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഇസ് അപ്ലൈഡ് ടു ദ സൂപ്പർ സ്ട്രക്ചർ, സബ്സ്ട്രക്ചർ ആൻഡ് ദ ബെയറിംഗ് ഇറ്റ് സെൽഫ്. സോ ടു റെഡ്യൂസ് ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ is often used as a sliding lubricant. ഇവിടെ ഒരു ബ്ലാക്ക് ഇതിൽ കാണുന്നതാണ് ഈ PTFE. സോ അത് സ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് റെഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ. നെക്സ്റ്റ്, സ്ലൈഡിംഗ് bearings can be used alone or more often used as a component in other types of bearings. Pure sliding bearings can only be used when the rotations caused by the deflections at the support are negligible. കൂടുതൽ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്സ് റൊട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡിംഗ് ബെയറിംഗ് മാത്രമായിട്ട് യൂസ് ചെയ്യില്ല. വിത്ത് സം അതർ ബെയറിങ്സിൻ്റെ ഒപ്പം നമ്മൾ സ്ലൈഡിംഗ് ബെയറിംഗ് കൂടെ കൊടുക്കുകയുള്ളൂ. ദേ ആർ ദെർഫോർ ലിമിറ്റഡ് ടു എ സ്പാൻ ലെങ്ത് ഓഫ് 15 meter or less by AASHTO. A guiding system may be added to a sliding bearing to control the direction of movement. Next is rocker and pin bearings. സോ ഇതിൽ സൂപ്പർ സ്ട്രക്ചറും സബ്സ്ട്രക്ചറും കൂടെ കണക്ട് ചെയ്യുന്നതാണ് റോക്കർ ആൻഡ് പിൻ ബെയറിങ്സ്. ഇതാണ് ആ പിൻ ആൻഡ്
So a rocker bearing is a type of expansion bearing that comes in a great variety. It typically consists of a pin at the top that facilitates rotations and a curved surface at the bottom that accommodates the translation moments. Pin is the curved surface. So translation moments കാരണം ഉണ്ടാവുന്ന നേരിയ അനക്കങ്ങൾ ഓർ മൂവ്മെൻറ്റ്സ് ഈ കേർവ്ഡ് സർഫസ് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ പിന്ന് കൊണ്ടിട്ടുള്ളത് അതിൻ്റെ റൊട്ടേഷൻസും അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. നെക്സ്റ്റ്, റോക്കർ ആൻഡ് പിൻ bearings are primarily used in steel bridges. The moment and lateral forces induced from the movement of these bearings are very small and negligible. However, metal bearings are susceptible to corrosion and deterioration. A corroded joint may induce much larger forces. So, regular inspection and maintenance are therefore required. So, rocker and pin bearings എന്ന് വെച്ച് കഴിഞ്ഞാൽ since അത് മെറ്റൽ ബെയറിംഗ് ആയതുകൊണ്ട് കൊറോഷനും ഡിറ്റീരിയറേഷനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് വേണ്ടി വരുന്നതാണ്. നെക്സ്റ്റ് റോളർ ബെയറിങ്സ്. ഇതിലിപ്പോൾ നമ്മൾക്ക് കാണാം റോളർ, മുകളിൽ സൂപ്പർ സ്ട്രക്ചർ, താഴെ സബ് സ്ട്രക്ചർ. ഇത് തമ്മിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ റോളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. റോളർ ബെയറിങ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more rollers between 2 parallel steel plates. Since single roller bearings can facilitate both rotations and translations in a longitudinal direction, while a group of rollers would only accommodate longitudinal translations. So this is a picture of single roller bearing and this is a multiple roller bearings. Single roller bearings are relatively cheap to manufacture, but they only have a very limited vertical load capacity. And multiple roller bearings on the other hand may be able to support very large loads, but they are much more expensive. So like rocker and pin bearings, roller bearings are also susceptible to corrosion and deterioration. Regular inspection and maintenance are essential. The next is elastomeric bearings. So bearings are formed of horizontal layers of synthetic or natural rubber in thin layers bound between steel plates. Steel platesന്റെ ഉള്ളിലായിട്ട് ഇലാസ്റ്റോമേഴ്സ് വെച്ചിട്ടുള്ള ബെയറിംഗ് ആണ് ഇലാസ്റ്റോമറിക് bearings. So these bearings are capable of supporting high vertical loads with very small deformations. These bearings are flexible under lateral loads. Steel plates prevent the rubber layers from bulging. Lead cores are provided to increase damping capacity, as plain elastomeric bearings does not provide significant damping. They are usually soft in horizontal direction and hard in vertical direction. So elastomeric bearsന് വളരെ കൂടുതൽ വെർട്ടിക്കൽ ലോഡ്സ് ക്യാരി ചെയ്യാൻ പറ്റും. ദേ ആർ ഓൾസോ ഫ്ലെക്സിബിൾ അണ്ടർ ലാറ്ററൽ ലോഡ്സ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി വരുന്ന ലോഡ്സിനെ അതിന് ബെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഈ 2 സ്റ്റീൽ പ്ലേറ്റ്, മെയിൻ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഇലാസ്റ്റോമേഴ്സ് വെച്ചിരിക്കുന്നത്. ഈ ഇലാസ്റ്റോമേഴ്സിൻ്റെ ഇടയിലായിട്ട് കോറായിട്ട് ലെഡ് റോഡ്സും വെച്ചിട്ടുണ്ട്. So ഈ lead cores are provided to increase damping capacity, as plain elastomeric bearings does not provide significant damping. Damping എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബൈ കൺവേർട്ടിംഗ് ദിസ് ഈ മെക്കാനിക്കൽ ലോഡ് ടു ഹീറ്റ്. അതിനാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി സോഫ്റ്റ് ഇൻ horizontal direction, hard in vertical direction. Next, this is the picture of the elastomeric bearing. ഇത് ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറാണ്, ഇത് താഴെ സബ് സ്ട്രക്ചറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാമിനേറ്റഡ് ഇലാസ്റ്റോമറിക് ബെയറിംഗ് equipped with a lead cylinder at the center of the bearing. The function of the rubber steel laminated portion of the bearing is to carry the weight of the structure and provide post-yield elasticity. The lead core is designed to deform plastically, thereby providing damping energy dissipation. So the lead rubber bearings are usually used in seismically active areas because of their performance under earthquake loads. Next are curved bearings. So curved bearings ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് കോൺവെക്സ് സ്റ്റെയിൻലെസ് കോൺവെക്സ് ബേസ് പ്ലേറ്റ്. മുകളിലായിട്ട് കോൺകേവ് പ്ലേറ്റ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ദിസ് നമ്മൾ PTFE ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് പോളിടെട്രാ ഫ്ലോറോ എത്തിലിൻ ആ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So a curved bearing consists of 2 matching curved plates with one sliding against the other to accommodate rotations. The curved surface can either be cylindrical, which allows rotation only
about only one axis, or spherical which allows the bearing to rotate about any axis. So ഈ curved surface ഒന്നല്ലെങ്കിൽ അതൊരു ഒറ്റ ആക്സിസിൽ ലൈക്ക് ദിസ് പ്ലെയിൻ ഇതുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പിരിക്കൽ ആയിട്ടുള്ള ഒരു കർവ്ഡ് സർഫസ്, ഒരു സ്പിരിക്കൽ ഒരു സ്പിയറിൻ്റെ ഹാഫ് ആയിട്ട് ബേസ് പ്ലേറ്റ് ആയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദ lateral movements are restrained in a pure curved bearing, and a limited lateral resistance may be developed through a combination of curved geometry and the gravity loads. So to accommodate lateral movements, a PTFE slider must be attached. The lower convex steel plate that has a stainless steel mating surface is recessed in masonry plate. ഒരു ഇത് ഈ താഴെയുള്ള ബേസ് പ്ലേറ്റ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മേസണറി ബ്രിക്ക് മേസണറി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മേസണറി പ്ലേറ്റിൽ ഈ താഴെയുള്ള ബേസ് പ്ലേറ്റ് ഇത്തിരി താഴ്ന്നിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ താഴെയുള്ള ബേസ് പ്ലേറ്റ് എന്ത് വന്നാലും മൂവ് ചെയ്യില്ല, മുകളിലുള്ള മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഡ്യൂ ടു ദ മുകളിൽ ഇപ്പോൾ ബ്രിഡ്ജ് പോർഷൻ റെസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാരണം മുകളിലുള്ള കോൺകേവ് പ്ലേറ്റ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ, താഴത്തെ കോൺവെക്സ് പ്ലേറ്റിന് ഒരിക്കലും മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. സോ അതാണ് ഇവിടെ റെസിസ്റ്റൻറ്റ് മേസണറി പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി ദ അപ്പർ കോൺകേവ് പ്ലേറ്റ് വിത്ത് എ മാച്ചിങ് PTFE sliding surface sits on the top of the lower convex plate for rotations. Between the salt plate and the upper concave, there is a flat PTFE sliding surface that will accommodate lateral movements. Next is pot bearings. A pot bearing comprises a plain elastomeric disc that is confined in a shallow ring or pot. ഇതാണ് കൺഫൈൻഡ് ഇലാസ്റ്റോമർ. ഈ ഷെയ്ഡഡ് പോർഷൻ ഇതിപ്പോൾ ഒരു സിലിണ്ടറിൽ നമ്മൾ ഒരു പോട്ടിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. സോ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പിസ്റ്റൺ പ്ലേറ്റ് വരുന്നുണ്ട്. പിസ്റ്റൺ പ്ലേറ്റ് ആണ് ഇത്. സോ ഈ പിസ്റ്റൺ പ്ലേറ്റ് നേരെ ഈ ഇലാസ്റ്റോമർ കൺഫൈൻഡ് ഇലാസ്റ്റോമറിൻ്റെ മുകളിലായിട്ടാണ് ഈ പിസ്റ്റൺ പ്ലേറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഈ പിസ്റ്റൺ പ്ലേറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദ വെർട്ടിക്കൽ ലോഡ്സ് ഫ്രം ദ superstructure, and these vertical loads are transmitted through a steel piston that fits closely to the steel ring. ഈ സ്റ്റീൽ റിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇലാസ്റ്റോമർ വെച്ചിരിക്കുന്നത് കൺഫേം. ഇതിൻ്റെ മുകളിൽ പിസ്റ്റൺ പ്ലേറ്റും ഉണ്ട്. സോ ദ ഫ്ലാറ്റ് സീലിംഗ് റിങ്സ് ആർ യൂസ്ഡ് ടു കണ്ടെയ്ൻ എ ഇലാസ്റ്റോമർ ഇൻസൈഡ് ദ പോട്ട്. ഇതാണ് ഫ്ലാറ്റ് സീലിംഗ് റിങ്സ്. ഓക്കെ, ദ ഇലാസ്റ്റോമർ ബിഹേവ്സ് ലൈക്ക് എ വിസ്കസ് ഫ്ലൂയിഡ് വിത്തിൻ ദ പ്ലോട്ട് ആസ് ബെയറിംഗ് റൊട്ടേറ്റ്സ്. നേരത്തെ നമ്മൾ കണ്ട ക്രോസ് സെക്ഷനാണ്. ആക്ച്വലി ദിസ് ഈസ് ദ ആക്ച്വൽ ഫിഗർ. ബിക്കോസ് ദ ഇലാസ്റ്റോമറിക് പാഡ് ഈസ് കൺഫൈൻഡ്, മച്ച് ലാർജർ ലോഡ് ക്യാൻ ബി ക്യാരിഡ് ദിസ് വേ ദാൻ ത്രൂ കൺവെൻഷണൽ ഇലാസ്റ്റോമറിക് പാഡ്സ്. ഇത് ഇത്തിരി കൺഫൈൻഡ് ആയതുകൊണ്ട് കൂടുതൽ ലോഡ്സ് നമ്മൾക്ക് എടുക്കാൻ പറ്റും. കൺഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഇലാസ്റ്റോമറിനെ വെച്ചിരിക്കുന്നതാണ്. നേരത്തെ കണ്ട ഇലാസ്റ്റോമറിക് ബെയറിങ്സിലാണെങ്കിൽ ഇലാസ്റ്റോമറിക് ബെയറിങ്സിൽ അതിൻ്റെ ഇലാസ്റ്റോമേഴ്സ് എക്സ്പോസ്ഡ് ആണ്. പക്ഷേ ഇതൊരു കൺഫൈൻഡ് റിങ്ങിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ വെർട്ടിക്കൽ ലോഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്സ് ആർ റിസ്ട്രെയിൻഡ് ഇൻ എ പ്യുവർ പോട്ട് ബെയറിംഗ് ആൻഡ് ദ ലാറ്ററൽ ലോഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സ്റ്റീൽ പിസ്റ്റൺ മൂവിംഗ് അഗെയിൻസ്റ്റ് ദ പോട്ട് വേർഡ്. To accommodate translation movement, a PTFE sliding surface must be used. Keeper plates are often used to keep the superstructure moving in one direction. Next are disc bearing. So in a disc bearing, it utilizes a hard elastomeric disc. ഇതാണ് hard elastomeric disc. So disc to support the vertical loads and a metal key. This is a metal key in the center of the bearing to resist horizontal loads. The rotational movements are accommodated through the deformation of the elastomer. To accommodate translation movements, however, a PTFE slider is used. PTFE slider മുകളിലായിട്ട്. In this kind of bearings, the polyether urethane disc must be hard enough to resist large vertical loads without excessive deformation and yet flexible enough to accommodate rotations easily. ഇതാണ് യൂറത്തേൻ, ഈ പറഞ്ഞ polyurethane disc. Next, selection of bearings. To select the correct bearing, first of all, loads acting on the bearings are to be calculated. Suitable types are decided. Next, for the various qualified bearing alternatives, കുറേ ബെയറിങ്സ് ഇപ്പം നമ്മൾക്ക് ലോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഏത് ബെയറിംഗ് ചൂസ് ചെയ്യണം എന്നറിയാൻ വേണ്ടി പ്രിലിമിനറി ഡിസൈൻസ് ആർ പെർഫോം ടു ഡിറ്റർമൈൻ ദ അപ്രോക്സിമേറ്റ് ജോമെട്രി ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിസൈൻ സ്പെസിഫിക്കേഷൻ. ബ്രിഡ്ജിൻ്റെ ഡിസൈനിനനുസരിച്ചുള്ള
ജോമെട്രിയും ഷേപ്പും ഒക്കെ ഉള്ള ബെയറിങ്സ് സെലക്ട് ചെയ്യണം. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് വൺ ഓർ മോർ ഓൾട്ടർനേറ്റീവ്സ് വിൽ ബി എലിമിനേറ്റഡ് നൗ ബിക്കോസ് ഓഫ് ആൻ അൺഡിസൈറബിൾ അട്രിബ്യൂട്ട് സച്ച് എസ് എക്സീവ് ഹൈറ്റ്, ഓവർസൈസ് ഫുഡ് പ്രിൻറ്റ്, റെസിസ്റ്റൻസ് അറ്റ് ലോ ടെമ്പറേച്ചർ, സെൻസിറ്റിവിറ്റി ടു ഇൻസ്റ്റലേഷൻ ടോളറൻസസ്. ഇതെല്ലാം നോക്കി വരുമ്പോഴത്തേക്കും നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ചോയ്സസ് കുറഞ്ഞു വരും. At the end of this step, one or more bearings may still be feasible and they will be included in the bid package as the final choices of the bearing types.